Hello everyone, welcome back. Welcome to another section of newspaper analysis provided by Island IAS Academy Ignite Foundation. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ 15-ാം തീയതിയിലെ ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഇന്ന് മൺഡേ ആണ്, വളരെയധികം ന്യൂസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ UPSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് പറ്റാവുന്ന കുറച്ച് ന്യൂസസ് ആണ് ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെ ന്യൂസാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു എഡിറ്റോറിയൽ ഉണ്ട്. നമ്മുടെ സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽസിൻ്റെ ഒരു സർവേ നടത്തിയിരുന്നു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടൊരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ട് ഹിന്ദുവിൽ. അതുപോലെ തന്നെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ നമ്മുടെ DNA അനാലിസിസിനെ കുറിച്ച് സുപ്രീം കോടതി കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ. അപ്പം നമ്മൾ അത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ നമ്മുടെ ഗ്ലോബൽ പ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മണി വൈസിൽ പിങ്ക് ടാക്സ് എന്ന് പറഞ്ഞൊരു ടാക്സിനെ കുറിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും മണി വൈസിലെ എല്ലാ ആർട്ടിക്കിൾസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല, കുറച്ച് ആർട്ടിക്കിൾസ് നമുക്ക് UPSC പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആർട്ടിക്കിൾസ് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു ആർട്ടിക്കിളാണ് പിങ്ക് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇന്നലെ ആസാമിൽ ഫസ്റ്റ് ബാംബു ബേസ്ഡ് ആയിട്ടുള്ള എത്തനോൾ പ്ലാന്റ് ഇനോഗ്രേറ്റ് ചെയ്തു. അപ്പോൾ അതും ന്യൂസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ PLI സ്കീം ഫോർ വൈറ്റ് ഗുഡ്സ്, ദെൻ പ്രിലിംസ് റിലേറ്റഡ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ന്യൂസിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ന്യൂസസിലേക്ക് പോവാം. നമ്മൾ ഫസ്റ്റ് വരുന്നത് ഒരു എഡിറ്റോറിയലാണ്. നമ്മുടെ ഫസ്റ്റ് എഡിറ്റോറിയൽ വരുന്നത് നമ്മുടെ സുന്ദർബൻസ് എന്ന് പറയുന്ന മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട്. ആ മാംഗ്രൂവ് ഫോറസ്റ്റിൽ നമ്മുടെ സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽസ് ഉണ്ട്. അപ്പോൾ ഈ സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽസിൻ്റെ സർവേ കഴിഞ്ഞ മന്തിൽ നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ ആ ഒരു സർവേ റിലേറ്റഡ്, അതിൻ്റെ റിസൾട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ആ റിപ്പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ളൊരു എഡിറ്റോറിയലാണ്. അപ്പോൾ നമ്മൾ ഈ നടത്തിയ ഒരു സർവേ എന്ന് പറയുന്നത് നമുക്ക് സക്സസ്ഫുൾ ആണ്. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് പ്രകാരം എന്താണ്, നമ്മൾ സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽസിൻ്റെ നമ്പർ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 222 നമുക്ക് 242 സോൾട്ട് ക്രൊക്കഡൈൽസ് ഉണ്ടെന്നാണ് നമുക്ക് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു റിപ്പോർട്ടിൽ നമുക്ക് പറയുന്നത്, നമുക്ക് വിസിബിളി, നമുക്ക് നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാനായിട്ട് നമുക്കൊരു 213 ആയിട്ടൊരു ക്രൊക്കഡൈൽസിനൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ 2024 സർവേ വെച്ച് നോക്കുമ്പോൾ അത് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സുന്ദർബൻ ബയോസ്ഫിയർ റിസർവിലാണ് നമ്മൾ ഈ സർവേ നടത്തിയത്. അതിനകത്ത് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ പറയുന്ന സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽസിൻ്റെ നമ്പർ കൂടിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ നമ്പർ കൂടുന്നത് എന്താണ്, നമുക്കൊരു പോസിറ്റീവ് സൈൻ ആണ്. കാരണം എന്താണ്, ഈ സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽസ് എന്ന് പറയുന്നത് ആ ഒരു വാട്ടർ എക്കോസിസ്റ്റത്തിൻ്റെ ഹൈപ്പർ കാർണിവോറസ് ആയിട്ടുള്ള അപ്പെക്സ് പ്രെഡേറ്ററാണ്. അപ്പോൾ ആ ഒരു സോൾട്ട് വാട്ടർ ക്രൊക്കഡൈലിൻ്റെ നമ്പർ കൂടുന്നത് ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ നല്ല സസ്റ്റൈനബിൾ ആയിട്ടുള്ള നടത്തിപ്പിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ക്രൊക്കഡൈൽസ് എന്ന് പറയുന്നത് റെഗുലേറ്റ് പ്രേ പോപ്പുലേഷൻ, അതുപോലെ തന്നെ റിമൂവ് കാക്കാസസ് ഫ്രം വാട്ടർ ചാനൽസ്. അതായത് ആ ഒരു ഇതിനകത്തുള്ള ഫിഷസ്, അതുപോലെ തന്നെ ബാക്കി സ്പീഷീസിൻ്റെ ഒക്കെ ആ ഒരു പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സോൾട്ട് വാട്ടർ ക്രൊക്കഡൈലാണ്. അതുപോലെ തന്നെ കർക്കാസസ് എന്ന് പറയുന്നത് ഈ അനിമൽസും അതുപോലെ തന്നെ ഫിഷസ് ഒക്കെ ഡെഡ് ആവില്ല, ആ ഡെഡ് ബോഡീസിനൊക്കെ ഭക്ഷിക്കുന്ന ആരാണ്, ഈ പറയുന്ന സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽസ് ആണ്. അപ്പോൾ ആ ഒരു എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നല്ലൊരു റോള് വഹിക്കുന്ന ഒരു സ്പീഷീസ് ആണ് നമ്മുടെ സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു നമ്പർ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു എക്കോസിസ്റ്റം തന്നെ നന്നായി ബെനിഫിറ്റ് രീതിയിൽ പോസിറ്റീവ്ലി അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന സെൻസസ് നമുക്ക് ഒരു ഓവർവ്യൂ തരുവാണ്. അതായത് നമ്മുടെ പറയുന്ന കൺസർവേഷൻ എഫേർട്ടുകൾ, അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ലൊക്കേഷൻ പ്രോഗ്രാംസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈഗർ ട്രാൻസ്ലൊക്കേഷനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡുകൾ, ഈ ട്രാൻസ്ലൊക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ എന്താണ്, സക്സസ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളതിനൊരു സൈനാണ് നമുക്ക് ഈ പറയുന്ന സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽസിൻ്റെ നമ്പർ കൂടുന്നത്. അപ്പോൾ സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽസിൻ്റെ നമ്പർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുന്ന പോളിസീസൊക്കെ എന്താണ്, നമുക്ക് പോസിറ്റീവ് ആണ്, അത് നല്ല രീതിയിലാണ് പോകുന്നതെന്നുള്ളൊരു പിക്ചർ കൂടി നമുക്ക് ഈ ഒരു സർവേയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ദെൻ നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972
പ്രൊട്ടക്ഷൻ വാസ് ഡിപ്രൊപ്പറേഷനലി ഡയറക്റ്റഡ് ആസ് മെഗാഫോണ ഹൂസ് അപ്പീൽ വുഡ് മൊബിലൈസ് പബ്ലിക് ഒപ്പീനിയൻ. അതായത് പണ്ട് നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഇന്ത്യയിലും അതുപോലെ തന്നെ പുറം കൺട്രീസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് മെഗാഫോണാസിനാണ്. അത് ആ ഒരു എക്കോസിസ്റ്റത്തിലെ വലിയ വലിയ സ്പീഷീസിനാണ്. ഇപ്പം നമ്മൾ റെപ്റ്റൈൽസ് പോലുള്ള ചെറിയ സ്പീഷീസിൻ്റെ ഒക്കെ പ്രൊട്ടക്ഷൻ അങ്ങനെ വലിയ കാര്യമായിട്ട് ചെയ്തിട്ടിരുന്നില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഇതിൻ്റെയും കൺസർവേഷൻ നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മളൊരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. അതിനകത്ത് ഒരു സ്പീഷീസ് നഷ്ടപ്പെട്ടാൽ പോലും ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്പീഷീസിൻ്റെ കൺസർവേഷൻ ചെയ്യേണ്ടത് നമുക്ക് അത്യാവശ്യം ആണ്. ദെൻ ഭഗബത്പൂർ ക്രൊക്കഡൈൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നതാണ് ഈ ഒരു സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽസിൻ്റെ നമ്പർ കൂട്ടാനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള പ്രോജക്റ്റാണ് ഭഗബത്പൂർ ക്രൊക്കഡൈൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് എന്താണ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ ഇൻക്രീസ് ഇൻ സുന്ദർബൻ ക്രൊക്കഡൈൽ സജസ്റ്റ് ദാറ്റ് ഇന്ത്യസ് മോഡൽ ഓഫ് കമ്പൈനിങ് ബ്ലാങ്കറ്റ് ലീഗൽ പ്രൊട്ടക്ഷൻ വിത്ത് സൈറ്റ് സ്പെസിഫിക് ക്യാപ്റ്റീവ് ബ്രീഡിംഗ് ആൻഡ് റിലീസ് പ്രോഗ്രാം ഹാസ് ബീൻ എഫക്റ്റീവ് ആണെന്ന് നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ബട്ട് ഈ ഒരു സർവേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നില്ലാത്തത്, അതായത് നമ്മുടെ എമർജിങ് ആയിട്ടുള്ള ത്രെഡ്സിനെ കുറിച്ച്, അതായത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈസിസ്, അതുപോലെ തന്നെ റൈസിങ് സലൈനിറ്റി, അതുപോലെ തന്നെ ഹാബിറ്ററ്റ് ഫ്രാഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ പ്രശ്നങ്ങൾ, ഇതൊന്നും നമുക്ക് ഈ ഒരു സർവേയിൽ നോക്കാനായിട്ട് പറ്റിയിട്ടില്ല. നമുക്ക് നമ്മുടെ ചെയ്യുന്ന രീതി ശരിയാണെന്നുള്ളൊരു ഓവറോൾ ഐഡിയ മാത്രമേ നമുക്ക് ഇതുവഴി ലഭിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്താണ് നേരത്തെ പറഞ്ഞു, ഈ ഒരു ക്രൊക്കഡൈൽസിൻ്റെ നമ്പർ കൂടുക എന്ന് പറയുന്നത് ആ ഒരു എക്കോസിസ്റ്റം നല്ല രീതിയിലാണ് പോകുന്നത് എന്നുള്ളൊരു സിഗ്നൽ കൂടി നമുക്ക് ലഭിക്കുന്നു. ദർ പ്രസന്റ് സിഗ്നൽ ദാറ്റ് ക്രീക്ക് ആൻഡ് റിവേഴ്സ് സ്റ്റിൽ സസ്റ്റെയിൻ ഫങ്ഷണൽ ഫുഡ് വെബ് ഡെസ്പൈറ്റ് ഇമ്മൻസ് പ്രഷർ ഫ്രം ദ ഹ്യൂമൻ സെറ്റിൽമെന്റ്സ്. അതായത് ആ ഒരു സ്പീഷീസിൻ്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫുഡ് വെബ് അതുപോലെ തന്നെ ഫുഡ് ചെയിൻ ഒക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു പിക്ചർ കൂടിയാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത്. ദെൻ ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് സ്കെഡ്യൂൾസ് അണ്ടർ ആക്ട് ഷുഡ് ബി അക്കമ്പനൈഡ് ബൈ പ്രൊയാക്റ്റീവ് വെൽ ഫങ്ഷൻ റിക്കവറി പ്ലാൻസ്. നമുക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു സ്പീഷീസിൻ്റെ റിലേറ്റഡ് കൺസർവേഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് സ്കെഡ്യൂൾസ് ഒക്കെ കുറച്ചുകൂടെ മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. ഷുഡ് ബി അക്കമ്പനൈഡ് ബൈ പ്രൊയാക്റ്റീവ് വെൽ ഫണ്ടഡ് റിക്കവറി പ്ലാൻസ് ഒക്കെ ആയിരിക്കണം. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന കാര്യം കൂടി നമുക്ക് എന്താണ് ഇത് സ്പീഷീസ് കൺസർവേഷൻ വരുന്ന സമയത്ത് എസെൻഷ്യൽ ആണ്. നമ്മുടെ സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ട് സലൈനിറ്റി ഒക്കെ നല്ല രീതിയിൽ ടോളറൻറ്റ് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ്. ബട്ട് നമ്മുടെ ഫ്രഷ് വാട്ടർ ക്രൊക്കഡൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അതുപോലെ തന്നെ അതർ ആംഫിബിയൻസും റെപ്റ്റൈൽസും അങ്ങനെയല്ല. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് കൊണ്ടുവരണം. കാരണം സുന്ദർബൻ എക്കോസിസ്റ്റത്തിലൊക്കെ എന്താണ് സലൈനിറ്റി ഒക്കെ കൂടി വരുവാണ്. സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽസിൻ്റെ മാത്രം കൺസർവേഷൻ കൊണ്ട് കാര്യമില്ല, ബാക്കി കാര്യങ്ങൾ കൂടി നോക്കണമെന്നാണ് ഓവറോൾ ഈ ഒരു എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആൻഡ് കോൺടെക്സ്റ്റിൽ വന്നിട്ടുള്ള DNA റിലേറ്റഡ് ആയിട്ടുള്ള സുപ്രീം കോടതിയുടെ ഒരു ഗൈഡ് ലൈൻസ് ആണ്. അപ്പം നമുക്കറിയാം ഏതൊരു കേസ്, വയലൻസ് കേസുകൾ, ക്രിമിനൽ കേസുകൾ, റേപ്പോ മർഡറോ അങ്ങനെ എന്ത് കേസസ് വരുന്ന സമയത്തും നമ്മൾ ആ ഒരു കേസസിൻ്റെ സത്യാവസ്ഥ കാര്യങ്ങൾ ഒക്കെ നോക്കുന്നത് നമ്മൾ ആ ഒരു ബോഡിയിൽ നിന്ന് കിട്ടുന്ന DNA സാമ്പിൾസ് വെച്ചിട്ടാണ്. അത് ഹെയറോ അതുപോലെ തന്നെ സെമൻ സാമ്പിൾസോ അതുപോലെ തന്നെ ബ്ലഡ് സ്റ്റെയിൻസ് ഈ പറയുന്നതിൽ നിന്നൊക്കെയാണ് നമ്മൾ DNA സാമ്പിൾസ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു DNA സാമ്പിൾസ് പ്രിസർവ് ചെയ്ത് കൃത്യമായിട്ട് സൂക്ഷിക്കണം. അതുപോലെ തന്നെ ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് റിലേറ്റഡ് സുപ്രീം കോടതി വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ജഡ്ജ്മെൻറ്റുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ ഈ DNA സാമ്പിൾസ് ഹാൻഡിൽ ചെയ്യണമെന്ന് സുപ്രീം കോടതി കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പറയുന്നത് ഒരു കേസാണ്, കട്ടുവെല്ലൈ വിസസ് അറ്റ് ദേവഗാർ വിസസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് എന്ന് പറയുന്നത്. ഈ ഒരു ജഡ്ജ്മെൻറ്റിൽ സുപ്രീം കോടതി പറഞ്ഞു, ഒരു ഗൈഡ് ലൈൻസ് പറഞ്ഞു. അതായത് DGPമാരോട് ഒരു ഫോം സൂക്ഷിക്കണം. അതായത് ചെയിൻ ഓഫ് കസ്റ്റഡി ഓഫ് രജിസ്റ്റർ
ഇങ്ങനെ DNA സാമ്പിൾസിൻ്റെ ചെയിൻ ഓഫ് കസ്റ്റഡി ഓഫ് രജിസ്റ്റർ അവർ സൂക്ഷിക്കണം. അതായത് ആ ഒരു DNA സാമ്പിൾസ് കളക്ട് ചെയ്യുന്ന ആ ഒരു സോഴ്സ് ടു കോടതിയിൽ ട്രയൽ കോർട്ടിൻ്റെ അവിടെ വരെ എത്തുന്ന സമയത്ത് ആര് കളക്ട് ചെയ്തു, എന്തൊക്കെ സാമ്പിൾസ് കളക്ട് ചെയ്തു, ഏതൊക്കെ ഹോസ്പിറ്റൽസിലാണ്, അതുപോലെ തന്നെ അത് ലാസ്റ്റ് ആരൊക്കെയാണ് സൂക്ഷിക്കുന്നത്, ലാസ്റ്റ് ട്രയൽ കോർട്സിൻ്റെ അടുത്തേക്ക് ആരാണ് എത്തിച്ചത്, അങ്ങനെയുള്ള ചെയിൻ ഓഫ് കസ്റ്റഡി ഓഫ് റിസൾട്ട് ഫുൾ ഉള്ള ഒരു റിപ്പോർട്ട് വേണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ എന്തിനാണ് അങ്ങനെയുള്ളൊരു ഡയറക്ഷൻ്റെ ആവശ്യം? എന്തിനാണ് അങ്ങനെ ഒരു ആവശ്യം? അതായത് നമ്മുടെ റേപ്പ്, മർഡർ, അതുപോലെ തന്നെ റോബറി, അറ്റംപ്റ്റ് ടു ഡെത്ത്, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ DNA സാമ്പിൾസ് വേണം. ഈ DNA സാമ്പിൾസ് ഇപ്പോൾ ബ്ലഡ് അല്ലെങ്കിൽ സെമൻ, റേപ്പൊക്കെ വരുന്ന സമയത്ത് സെമൻ ഒക്കെ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡിലേ ആവാനായിട്ട് പാടില്ല. അത് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ റിസൾട്ടിൽ വേരിയേഷൻസ് ഉണ്ടാവാനൊക്കെ ആയിട്ട് ചാൻസസ് ഉണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് വേരിയേഷൻ വരും. അതുപോലെ തന്നെ കണ്ടാമിനേറ്റഡ് ആവാനും റിസൾട്ട് ആക്യുറസി ഇല്ലാതാവാനും കേസ് നമുക്ക് തെളിയിക്കാൻ പറ്റാതാവും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ DNA സാമ്പിൾസ് സ്പീഡ്ലി കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ അത് കൃത്യമായിട്ടുള്ള കൺസർവേഷൻ മെത്തേഡുകൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഡയറക്ഷൻ എന്തുകൊണ്ട് സുപ്രീം കോടതിക്ക് പറയേണ്ടതായിട്ട് വരുന്നത്. നമ്മൾ കണ്ടാമിനേഷനൊന്നും വരാതെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി കൊണ്ടുവന്നിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, കളക്ഷൻ ഡാറ്റ സാമ്പിൾസ് വൺ മെയ്ഡ്. ഇപ്പോൾ ഒരിക്കലും ഒരു കളക്ഷൻ ഡാറ്റ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഡെത്തോ അല്ലെങ്കിൽ റേപ്പോ നടന്നിട്ടുള്ള ഒരു സൈറ്റിൽ പോയിട്ട് നമ്മൾ DNA കളക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടാവണം. ആ മെഡിക്കൽ ഓഫീസറിൻ്റെ പ്രസൻസിൽ ആ മെഡിക്കൽ ഓഫീസർ ഇത് കളക്ട് ചെയ്യേണ്ടത്. ആ കളക്ട് ചെയ്യുന്ന സമയത്ത് ആ സാമ്പിളിൽ FIR നമ്പർ, അതുപോലെ തന്നെ പാക്കിങ്, അതുപോലെ തന്നെ അതിൻ്റെ സെഷൻസ് കാര്യങ്ങൾ, ആരാണ് കളക്ട് ചെയ്തത്, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ ഡീറ്റെയിൽസ്, ഇതെല്ലാം ഫസ്റ്റ് ഇതിനകത്ത് ഉണ്ടാവണം. ദെൻ സെക്കൻഡിൽ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഓഫീസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു കളക്ട് ചെയ്ത സാമ്പിൾസ് അവിടെ നിന്ന് ഹോസ്പിറ്റൽസേക്കോ അല്ലെങ്കിൽ നമ്മൾ ഏത് ലാബിലായിട്ടാണോ കൊണ്ടുപോകുന്നത് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരാണ്? ഈ പറയുന്ന ഓഫീസറാണ്. അപ്പോൾ ആ ഒരു ഓഫീസറിൻ്റെ ഡ്യൂട്ടിയാണ് ഈ പറയുന്ന ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹമായിരിക്കും അവിടുത്തെ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹി മസ്റ്റ് ഓൾസോ എൻഷുവർ ദാറ്റ് ദ സാമ്പിൾ റീച്ച് കൺസേൺഡ് FSLs വിത്തിൻ 48 hours ഓഫ് കളക്ഷൻ. ആ ഒരു സെമൻസ് അല്ലെങ്കിൽ ആ ഒരു DNA സാമ്പിൾ കളക്ട് ചെയ്തിരിക്കുന്നത് 48 hours അത് എത്തേണ്ട ലാബുകളിലേക്ക് എത്തണമെന്ന് ഈ ഒരു ഓഫീസർ എന്താക്കണം, ആള് കൃത്യമായിട്ട് എൻഷുർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ സാമ്പിൾസ് പ്രിസർവ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് അദ്ദേഹം എൻഷുർ ചെയ്തിരിക്കണം എന്ന് പറയുന്നു. ദെൻ തേർഡ് പറയുന്നത്, സാമ്പിൾസ് ആർ സ്റ്റോർഡ് പെൻഡിങ് ട്രയൽ ഓർ അപ്പീൽ. നോ പാക്കേജ് ഷാൽ ബി ഓപ്പൺഡ്, ആൾട്ടേർഡ് ഓർ റിസീവ്ഡ് വിത്തൗട്ട് ഓതറൈസേഷൻ ഫ്രം ദ ട്രയൽ കോർട്ട്. ഇപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്ത സാമ്പിൾസ് ട്രയൽ കോർട്ടിൻ്റെ അനുമതി ഇല്ലാതെ അത് തുറക്കാനോ സീൽ ചെയ്ത് വെക്കണം. സാമ്പിൾസ് സീൽ ചെയ്ത് വെക്കണം. അപ്പം ഒരു സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ബാക്കി സാമ്പിൾസ് എന്ത് ചെയ്യും, പ്രിസർവ് ചെയ്ത് വെക്കും. അപ്പോൾ ആ സാമ്പിൾസ് സീൽ ചെയ്ത് വെക്കണം. ഒരു കാരണവശാലും വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇതൊരിക്കലും സീല് ബ്രേക്ക് ചെയ്യാനായിട്ട് പാടില്ല. അത് കൃത്യമായിട്ട് നോക്കണം. അത് ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ഇൻ കേസ് അങ്ങനെ ആൾട്ടേർഡ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടൈം ഓഫ് കളക്ഷൻ ടു എത്തുന്ന ആ ഒരു ഏരിയ വരെ അത് കൃത്യമായി പ്രിസർവ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, കണ്ടാമിനേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെയിൻ ഓഫ് കസ്റ്റഡി ഓഫ് രജിസ്റ്റർ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് DNA കേസസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റുകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അനിൽ വിസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്രയിൽ പറയുന്നത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന് DNA പ്രൊഫൈൽസിന് വലിയമായ ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളൊരു ഇതാണ് വരുന്നത്. രണ്ടാമത്തെ കേസസിൽ, ദേവഗർ കേസസിൽ DNA പ്രൊഫൈൽ ഈസ് വാലിഡ്, അതുപോലെ തന്നെ റിയലബിൾ ആണ്, അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയർ ഓഫ് ലാബോറട്ടറിനെ അനുസരിച്ചിരിക്കുമെന്നൊരു ജഡ്ജ്മെൻറ്റ് വരുന്നു. ദെൻ മൂന്നാമത്തെ ജഡ്ജ്മെൻറ്റ് മനോജ് വിസസ് ഓറോ വിസസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് എന്ന് പറയുന്നത് 2002 DNA റിപ്പോർട്ട് എന്തായത് നമ്മുടെ സുപ്രീം കോടതി അത് റിജക്റ്റ് ചെയ്യുമായിരുന്നു. കാരണം എന്താന്ന് പറഞ്ഞാൽ ആ ഒരു DNA കളക്ട് ചെയ്യുന്നത് ഓപ്പൺ ഏരിയാസ് എന്നാണ്. ഓപ്പൺ ഏരിയാസ് നിന്ന് കളക്ട് ചെയ്യുന്ന സമയത്ത് അത് കണ്ടാമിനേറ്റഡ് ആവാനും അല്ലെങ്കിൽ വേറെ DNA സാമ്പിൾസ് മിക്സ് ആവാനും അത് ഒരു കാരണവശാലും നമുക്ക് കൃത്യമായിട്ടൊരു റിസൾട്ട് കിട്ടാതെ വരാനായിട്ടുള്ള ചാൻസും അത് ഉണ്ട്.
അതുപോലെ തന്നെ നെക്സ്റ്റ് കേസ് വരുന്നത് രാഹുൽ വിസിസ് സ്റ്റേറ്റ് ഓഫ് ഡൽഹി മിനിസ്ട്രി എന്ത് ചെയ്തു, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് വിസിച്ചിട്ടുള്ള കേസായിരുന്നു. ഇതിനകത്ത് DNA എന്താണ് എവിഡൻസ് റിജക്റ്റ് ചെയ്തു. കാരണം ഇത് കളക്ട് ചെയ്തിട്ട് എന്താണ് ഒരു 2 മാസത്തോളം കളക്ട് ചെയ്ത സാമ്പിൾ വിത്തൗട്ട് പ്രിസർവേഷൻ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു. അപ്പോൾ അങ്ങനെ പ്രിസർവേഷൻ കൃത്യമായി ചെയ്യാതെ സാമ്പിൾ ഇരിക്കുന്ന സമയത്ത് എന്താണ് സാമ്പിൾ കണ്ടാമിനേറ്റഡ് ആവാം. അതുപോലെ തന്നെ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ സാമ്പിൾസിൽ കൃത്രിമം നടക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാം. അതുകൊണ്ട് ആ ഒരു റിസൾട്ടിനെ സുപ്രീം കോടതി റിജക്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് എന്താണ് സുപ്രീം കോടതി, അതായത് നമ്മളൊരു DNA സാമ്പിൾ കളക്ട് ചെയ്യുന്ന സമയത്ത് മുതൽ അത് ലാസ്റ്റ് ട്രയൽ കോർട്ടിൻ്റെ അവിടെ വരെ എത്തുന്ന സമയത്തിൽ കൃത്യമായിട്ടൊരു രജിസ്റ്റർ സൂക്ഷിക്കണം, അതും നല്ല സീൽഡ് ആയിട്ടുള്ള കൃത്യമായ രീതിയിൽ വേണം അത് കൺസർവ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ഇവിടെ സുപ്രീം കോടതി എടുക്കാനായിട്ട് കാരണം എന്ന് പറയുന്നത്. Investigating agency need to ensure that samples are collected properly without any possibility of contamination and sent to the FSL without any delay. The expert must also ensure proper quality control and procedure in the FSL. Then DNA എവിഡൻസിൻ്റെ ഇമ്പോർട്ടൻസ്, കാരണം ഒരു DNA മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറ്റിക് ഡാറ്റാസ് ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആളെ കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്ന കാര്യങ്ങളാണ് DNA ടാമ്പിൾസ് എന്ന് പറയുന്നത്. DNA എവിഡൻസ് മസ്റ്റ് ബി പ്രൂവ്ഡ് സയൻറ്റിഫിക്കലി ആൻഡ് ലീഗലി. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് കൂടി ഉണ്ട്. അത് അബൌട്ട് ഗ്ലോബൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ക്രൈസിസിനെ കുറിച്ചാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ വേൾഡിൽ എന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ പൊല്യൂഷൻ എന്താണ് കൂടി വരുവാണ്. അപ്പോൾ അത് റിലേറ്റഡ് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് നമ്മുടെ എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജിയിൽ പൊല്യൂഷൻ റിലേറ്റഡ് ഭാഗത്താണ് നമുക്ക് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾസ് വരുന്നത്. ഫസ്റ്റ് പറയുന്നത് നമ്മുടെ ഈ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കൂടി വരുവാണ്. അതുകൊണ്ടാണ് നമ്മൾ ജൂലൈ 5 എൻവയോൺമെൻറ്റ് ദിനത്തിൽ നമ്മൾ ഫോക്കസ്ഡ് ഓൺ എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആൻഡ് എൻകറേജിങ് വേൾഡ് വൈഡ് അവയർനെസ് ആക്ഷൻ എഗെയിൻസ്റ്റ് ഇറ്റ് എന്ന് നമ്മുടെ ഈ വർഷത്തെ എൻവയോൺമെൻറ്റ് ഡേയുടെ തീമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ ഒരു സീരിയസ് ഇഷ്യൂ ആവുന്നതെന്നാണ് ഫസ്റ്റ് പറയുന്നത്. ഇവിടെ ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട്, OECD's ഗ്ലോബൽ പ്ലാസ്റ്റിക് ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്ത് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ പൊല്യൂഷൻ കൂടി വരുവാണ്. കാരണം നമ്മുടെ എന്താണ് എമർജിങ് എക്കണോമിക്സ് അതുപോലെ തന്നെ മാർക്കറ്റ് നമ്മൾ നോക്കുക. നമ്മളൊരു 2000-96, 97 ആ ഒരു ടൈമിലൊക്കെ ഉള്ളൊരു ഇതിൽ നിങ്ങൾ കുഞ്ഞൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള കടകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ സാധനങ്ങളൊക്കെ എന്താണ് ജൂട്ട് പാക്കേജിങ് ആയിരുന്നു. നമ്മുടെ ചണ ചാക്കിലൊക്കെ ആയിരുന്നു സാധനങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ചെന്ന് കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലെ കടകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെന്താണ് അവർ പേപ്പറിൽ പൊതിഞ്ഞ് ചണനൂലൊക്കെ വെച്ചിട്ട് കെട്ടിയൊക്കെ തരുന്നത്. പക്ഷെ ഇപ്പം നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ലൂസായിട്ട് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ പോലും അവർ നേരെ എടുക്കുന്നത് എന്താണ് ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ട് റബ്ബർ ബാൻഡൊക്കെ ഇട്ടാണ് തരുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ എമർജിങ് കാലത്തിനനുസരിച്ചിട്ട് എന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ യൂസും കൂടി വരുവാണ്. ഇപ്പം നമ്മൾ പണ്ട് പാലൊക്കെ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടിരുന്നത് കുപ്പിയിലോ അല്ലെങ്കിൽ എന്താണ് ഒരു പ്ലാസ്റ്റിക് സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെയാണ്. പക്ഷേ ഇപ്പോഴോ പ്ലാസ്റ്റിക് കവറുകളാണ്. അപ്പം ഓരോ കാലം കൂടുന്തോറും ആളുകൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഈ എമർജിങ് എക്കണോമി കാരണം മാർക്കറ്റിൻ്റെ വലുപ്പം കൂടുന്നതനുസരിച്ചിട്ടാണ് എന്താണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതും കൂടുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ ഡബിൾഡ് ഫ്രം 2000 to 2019, റീച്ച്ഡ് 460 million tons. 352 million tons എന്നാണ് നമുക്കിപ്പോൾ 460 million ടൺസിലായിട്ട് പ്ലാസ്റ്റിക് ഡെവലപ്പ് ചെയ്തത്. അതായത് എന്താണ് നിയർലി 2/3 ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ലൈഫ് സ്പാൻ ലെസ് ദാൻ 5 years ഉള്ള പ്ലാസ്റ്റിക്സിൻ്റെ പ്രൊഡക്ഷൻ വരുന്നു. അതുപോലെ തന്നെ 40% എന്ന് പറയുന്ന പ്ലാസ്റ്റിക് എന്താണ് ഫോർ പാക്കേജിങ്, 12% ഫ്രം കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് 11 ഫ്രം ക്ലോത്തിങ് ടെക്സ്റ്റൈൽസ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഓൺലി 9% മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റീസൈക്കിൾ ചെയ്യുന്നത്. അതുപോലെ അതിനകത്ത് ബാക്കി 90% എന്താ ഇൻസിനറേറ്റ് ചെയ്താണ്, കത്തിച്ച് കളയാണ്. അതുപോലെ തന്നെ 50% ലാൻഡ് ഫിൽസ്, 20% വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൊക്കെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇന്റർ ഗവൺമെൻറ് നെഗോഷിയേഷൻ കമ്മിറ്റി പറയുന്നത് പ്ലാസ്റ്റിക് പൊല്യൂഷൻ 2024 മാത്രം പ്രൊഡ്യൂസ് ചെയ്തത്
500 million tons ഓഫ് പ്ലാസ്റ്റിക് ആണ്. ഇത് അറൗണ്ട് 400 million tons ഓഫ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓഷ്യൻ കൺസർവേഷൻ ഡാറ്റ റിവീൽ ചെയ്യുന്നത് ഈച്ച് ഇയർ 11 million tons ഓഫ് പ്ലാസ്റ്റിക് നമ്മുടെ ഓഷ്യൻസിലേക്ക് എത്തുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദ എസ്റ്റിമേറ്റഡ് 200 million tons ദാറ്റ് ഓൾറെഡി ഫ്ലോ അവർ മറൈൻ എൻവയോൺമെൻറ്റ്. നമ്മുടെ UNEP പറയുന്നത് നമ്മുടെ കറണ്ട് പ്ലാസ്റ്റിക് പൊല്യൂഷൻ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്, നമ്മുടെ ഓഷ്യൻ സിസ്റ്റത്തിനെ നല്ല രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഷ്യൻസിലേക്കാണ് ഈ പറയുന്ന വേസ്റ്റ് എല്ലാം അറ്റ് ലാസ്റ്റ് എത്തിച്ചേരുന്നത് ഓഷ്യൻസിലേക്കാണ്, അല്ലെങ്കിൽ അടുത്തുള്ള വാട്ടർ സോഴ്സിലേക്കാണ്. നമുക്കറിയാം, നമ്മുടെ അടുത്തുള്ള ഒരു പുഴയോ അതുപോലെ തന്നെ കുളങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ അറിയാം, എല്ലാം ഒഴുകി എത്തുന്നത് എന്താണ്, ഈ ഒരു വാട്ടർ റിസോഴ്സിലേക്കാണ്. അതുപോലെ തന്നെ അതെന്തും ആ ഒരു വാട്ടർ റിസോഴ്സിലെ സ്പീഷീസിൻ്റെ ഡെത്തിനൊക്കെ കാരണമാവുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഇത്ര വലിയ കാരണമാകുന്നത് എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താ, ഇത്ര വലിയ കാരണം എന്താ? പ്ലാസ്റ്റിക്കിൻ്റെ പൊല്യൂഷൻ കൂടുന്നതുകൊണ്ട് എന്താ പ്രശ്നം ഉണ്ടാവുന്നത്? ബിക്കോസ് ദ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന മെറ്റീരിയൽ എന്താണ്, നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. ഒരിക്കലും അഴുകാത്ത, മണ്ണിൽ അലിഞ്ഞു ചേരാത്ത വസ്തുവാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അത് എപ്പോഴും എന്താണ്, അത് ചെറിയ ചെറിയ സിംപിളർ രൂപത്തിലേക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അതൊരിക്കലും ഫുള്ളി എന്താണ് അവിടെ നിന്ന് ഡീഗ്രേഡ് ആയിട്ട് പോകുന്നില്ല. അപ്പം അങ്ങനെ സ്മോൾ പാർട്ടിക്കിൾസ് ആവുന്ന സമയത്ത് ഇത് മൈക്രോ രൂപത്തിൽ അല്ലെങ്കിൽ നാനോ പാർട്ടിക്കിൾസ് രൂപത്തിൽ അത് മണ്ണിലേക്ക് ചെല്ലുന്നു. അത് മണ്ണിലുള്ള സ്പീഷീസിനൊക്കെ നാശം വരുത്തുകയൊക്കെയാണ്. അതുപോലെ തന്നെ സ്പീഷീസിൽ ഓഷ്യൻസിലൊക്കെ പോയിട്ട് ആ ഓഷ്യൻസിലെ ബയോഡൈവേഴ്സിറ്റീനെ നശിപ്പിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നമ്മുടെ 3.4% ഓഫ് ഗ്ലോബൽ ഗ്യാസ് എമിഷൻസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻസിന് കാരണം ആവുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഡിസ്പോസൽ 90% ഓഫ് ടോട്ടൽ കാർബൺ ബഡ്ജറ്റിനും കാരണം ആകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കിതിന് ചെയ്യാൻ പറ്റുന്ന റെമഡീസ് എന്ന് പറയുന്നത്? അപ്പോൾ എങ്ങനെ നമുക്ക് ഈ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് പറ്റും? അവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അച്ചീവ് ചെയ്യുന്ന അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഗോളാണ് നമ്മൾ 80% നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കുറയ്ക്കുമെന്നുള്ളത് നമ്മുടെ ഒരു ഗോളാണ്. ഫോർ ഓഷ്യൻസ് ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് എക്കോസിസ്റ്റം ബയോഡൈവേഴ്സിറ്റി ഇൻ ഓഷ്യൻസ്. അതുപോലെ തന്നെ നമ്മുടെ നഷ്ടപ്പെട്ടിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി എക്കോസിസ്റ്റം ഒക്കെ നമ്മൾ മാനേജ് ചെയ്യണമെങ്കിൽ ഈ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കുറയ്ക്കുന്നുണ്ട്. UNEPയുടെ ഗോളാണ് റെഡ്യൂസിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് 80% വിത്തിൻ 2 decades റിക്വയർ സീരിയസ് ആക്ഷൻ ആൻഡ് ഇന്റർനാഷണൽ കോർപ്പറേഷൻ, ഇന്നോവേഷൻ, ബെറ്റർ പ്രോഡക്റ്റ് ഡിസൈൻ, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആൾട്ടർനേറ്റീവ്സ്. അതുപോലെ തന്നെ എഫേർട്ട് ടു ഇംപ്രൂവ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഇൻക്രീസ് റീസൈക്ലിംഗ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ പ്ലാസ്റ്റിക് കുറയ്ക്കാം? അതിനായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ദ പ്ലാസ്റ്റിക് ആൻഡ് ദിയർ കെമിക്കൽ അഡിക്റ്റീവ്സ് ആയിട്ടുള്ള പ്രൈമറിലി മെയ്ഡ് ഫ്രം പെട്രോ കെമിക്കൽ ഫെഡ് സ്റ്റോക്ക്. അതുപോലെ തന്നെ ലിമിറ്റിംഗ് ദിയർ പ്രൊഡക്ഷൻ ആൻഡ് എലിമിനേറ്റിംഗ് ഈ പറയുന്നതിൻ്റെ ബൈ പ്രൊഡക്റ്റ്, മെയിൻ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ആ പ്രൊഡക്റ്റ് ആയിട്ടുള്ള പെട്രോൾ കെമിക്കൽസ്, ഇതിൻ്റെ അനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്ഷൻ നമുക്ക് നിർത്താം. അതുപോലെ തന്നെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അർജന്റ്ലി ബാൻ ചെയ്യാം. അതിനായിട്ടുള്ള നിയമങ്ങൾ കൺട്രികളും എല്ലാവരും എടുക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന മോസ്റ്റ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് വിർജിൻ പ്ലാസ്റ്റിക്സ്, അതായത് ഫസ്റ്റ് യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ്. അത് കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കുക. കൂടുതൽ റീസൈക്കിൾ ചെയ്തിട്ട് പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ദെൻ ഇങ്ങനെ ലാൻഡ് ഫില്ലിങ്ങിൽ ഇതുപോലെ തന്നെ വേസ്റ്റ് ഒക്കെ ഇടുന്നുണ്ടല്ലോ, ഇമ്പോസിങ് ലാൻഡ് ഫില്ല്, ഇൻസിനറേഷൻ, ഇതിനൊക്കെ എന്ത് ചെയ്യുക, നല്ല ടാക്സ് കൊടുക്കുക. അപ്പോൾ വരുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി റീസൈക്കിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും, അല്ലാതെ കത്തിച്ച് കളയാനോ അല്ലെങ്കിൽ ലാൻഡ് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. ദെൻ ടാക്സസ് കൂട്ടുക, റെഡ്യൂസേഴ്സ്. വേറെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീനർ ആൾട്ടർനേറ്റീവ്സ്, നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന പോലെ പേപ്പേഴ്സോ ഇലകളോ അല്ലെങ്കിൽ കൂടുതൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ സ്റ്റീൽ പാത്രങ്ങൾ, അങ്ങനെ പാത്രങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ഈ സാധനങ്ങൾ കണക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. അങ്ങനെ ഗ്രീനർ ആൾട്ടർനേറ്റീവ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാണ് നമുക്ക് പ്ലാസ്റ്റിക് പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് പറ്റും എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് മണി വൈസിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പിങ്ക് ടാക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ റിലേറ്റഡ് ഒക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഇതാണ്. ജസ്റ്റ് സിമ്പിളായിട്ട് എന്താണ് പിങ്ക് ടാക്സ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതായത് നമ്മുടെ ഫെമിനൈൻ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ഫീമെയിൽ പ്രൊഡക്ട്സിന്
മെയിൽ പ്രൊഡക്ട്സിനേക്കാളും കുറച്ച് പൈസ കൂടുതലാണ്. എന്തുകൊണ്ട്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഫീമെയിൽ ഗുഡ്സ് ആണ്, അത് കുറച്ച് നല്ല രീതിയിൽ ഇരിക്കണം, കുറച്ച് കളർഫുൾ ആയിട്ടിരിക്കണം. അതുകൊണ്ട് അതിന് നമ്മളൊരു എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ആ ഒരു എക്സ്ട്രാ പേനെയാണ് നമ്മൾ പിങ്ക് ടാക്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഒരേ ഏജിലുള്ള ചൈൽഡ് കുട്ടികൾ മുടി വെട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുപോകുന്ന സമയത്ത് ഒരേ ലെവൽ മുടിയായിരിക്കും. പക്ഷേ പെൺകുട്ടിക്ക് മുടി വെട്ടുന്ന സമയത്ത് കുറച്ച് പൈസ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഷാംപൂ, റേസേഴ്സ്, അതുപോലെ തന്നെ മോയ്സ്ചറൈസേഴ്സ്, അതുപോലെ തന്നെ എന്ത് സാധനം എടുത്താലും ഫീമെയിൽ പ്രൊഡക്ട്സിന് മെയിൽ പ്രൊഡക്ട്സിനേക്കാൾ കുറച്ച് പൈസ കൂടുതലാണ്. അവരവിടെ പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഫീമെയിൽസിൻ്റെ സ്കിന്നും കാര്യങ്ങളും കുറച്ച് ടെൻഡറാണ്, അപ്പോൾ അതനുസരിച്ചിട്ടുള്ളതാണ്. ഒന്നുമില്ല, വെറുതെ അതിനകത്തൊന്നുമില്ല. വെറുതെ എന്താണ് പൈസ കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പിങ്ക് ടാക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ടോയ്സ്, അതുപോലെ തന്നെ പിങ്ക് ടോയ്സ് ആർ ഹെഫ്റ്റിയർ ദാൻ അതർ ടോയ്സ് ആൻഡ് വുമൻസ് ഷാംപൂ, കണ്ടീഷണേഴ്സ്, റേസേഴ്സ് ആർ 10 എക്സ്പെൻസീവ് ദാൻ മെൻസ് വേരിയൻസ്. വേൾഡ് പിങ്ക് ടാക്സ് വെർ ബീയിങ് എ വുമൺ കുഡ് ബി പേയിങ് എക്സ്ട്രാ പൈസ. ഈ പിങ്ക് ടാക്സ് എന്ന് പറയുന്നത് റിയൽ ടാക്സോ ഗവൺമെൻറ് ഈടാക്കുന്നതോ ഒന്നുമല്ല. അത് ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾ ഇമ്പോസ് ചെയ്യുന്ന ആ ഒരു ഇതാണ്. ദെൻ പിങ്ക് ടോയ്സ്, ഹെയർ കട്ട്, ഡ്രൈ ക്ലീനിങ്, റേസേഴ്സ്, ഷാംപൂ, ബോഡി ലോഷൻ, ഡിയോഡ്രൻസ്, അതുപോലെ തന്നെ ഫേഷ്യൽ കെയർ, സ്കിൻ കെയർ ഐറ്റം, ബ്യൂട്ടി കെയർ, ക്ലോത്തിങ്, ടീഷർട്ട്, ജീൻസ്, സലൂൺ, ഇതിലെല്ലാം തന്നെ നമുക്ക് ഈ ഒരു പിങ്ക് ടാക്സ് കാണാനായിട്ട് പറ്റും. ഈ ഒരു പിങ്ക് ടാക്സ് എന്ന് പറയുന്ന ടേം ഫസ്റ്റ് കൊണ്ടുവരുന്നത് US കാലിഫോർണിയയിലാണ്. അവിടെ മെയിൽ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി ടാക്സും കാര്യങ്ങളാണ് ഈ പിങ്ക് ടാക്സ് ഫീമെയിൽസ് കൊടുക്കുന്നത്. നമുക്ക് ഇന്ത്യയിൽ ഇതുപോലെ തന്നെ ജെൻഡർ ടാക്സ് ഒക്കെ കാണാനായിട്ട് പറ്റും. നമ്മുടെ സാനിറ്ററി പ്രൊഡക്ട്സ്, പാഡ്സ്, ഇതിനൊക്കെ നല്ല ടാക്സ് ഉണ്ടായിരുന്നു. ദെൻ 2018 നമ്മുടെ GSTയിൽ ഇതൊക്കെ നമ്മൾ കട്ടാക്കിയിരുന്നു. അപ്പോൾ എന്താണ് പിങ്ക് ടാക്സ് എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് അറിയാനുള്ളൂ. ദെൻ ഇന്നലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആസാമിൽ ഇന്ത്യസ് ഫസ്റ്റ് ബാംബൂ ബേസ്ഡ് എത്തനോൾ പ്ലാന്റ് ഇനോഗ്രേറ്റ് ചെയ്തിരുന്നു. ഗ്ലോബലി തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ വരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സസുകളിൽ എത്തനോൾ ബ്ലെൻഡിങ് എന്താണെന്ന് പഠിച്ചു. നമ്മുടെ പെട്രോൾ പ്ലസ് എത്തനോൾ മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എത്തനോൾ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ഈ PM ആസാമിലെ ഗുവാഹട്ടിയിൽ ഇന്നലെ ഇന്ത്യയുടെ ഫസ്റ്റ് ബാംബൂ ബേസ്ഡ് എത്തനോൾ പ്ലാന്റ് ഇനോഗ്രേറ്റ് ചെയ്തു എന്നുള്ളൊരു ന്യൂസാണ് വന്നിരിക്കുന്നത്. എവിടെയാണ്? ആസാമിലാണ്, ഗുവാഹട്ടിയിലാണ്. ഇതിൻ്റെ പേര് ആസാംസ് ഗോൽഹട്ട് ഡിസ്ട്രിക്റ്റിലാണ്. ദ നുമലിഗ്രഹ് റിഫൈനറി എന്നാണ് പറയുന്നത്. ദെൻ ഇവിടെ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹി ഹൈലൈറ്റഡ് ദ കൺട്രീസ് നാഷണൽ ഡീപ്പ് വാട്ടർ മിഷൻ എക്സ്പ്ലോറേഷനെ കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ബയോ എത്തനോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഗ്ലോബൽ വാർമിംഗ് ഒക്കെ തടയാനും ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറയ്ക്കാനൊക്കെ സഹായിക്കുമെന്ന് പറഞ്ഞു. എയിംഡ് ടു പ്രൊമോട്ട് ക്ലീൻ എനർജി, അതുപോലെ തന്നെ റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ ഫോസിൽ ഫ്യൂൽസ് ആണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു പ്രോഗ്രാം വഴി കുറേ ആളുകൾക്ക്, ഫാമേഴ്സിന്, അതുപോലെ തന്നെ ട്രൈബൽ പീപ്പിൾസിന് ബെനിഫിറ്റ് ആവുന്നുണ്ട്. കാരണം ബാംബൂസിന് എത്തനോള് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു ന്യൂസിൽ നിന്ന് നോക്കാനായിട്ട് ഉള്ളത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് വരുന്നത് ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എക്കണോമിക്സിലെ ചെറിയൊരു ആർട്ടിക്കിളാണ്. നമുക്ക് ഇതിനകത്ത് വൈറ്റ് ഗുഡ് ഉണ്ട്. PLI സ്കീം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ന്യൂസ് വെച്ചതാണ്. PLI സ്കീം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ഫോർ വൈറ്റ് ഗുഡ്സ്, അത് റീഓപ്പൺ ചെയ്തു എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ നമ്മുടെ ഇന്ത്യയിലേക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ നോക്കുക, അതുപോലെ തന്നെ ഫോറിൻ FDIs ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്ന ഒരു സ്കീമാണ് PLI സ്കീം എന്ന് പറയുന്നത്. ഈ PLI സ്കീം ചെയ്യുന്നത് വൈറ്റ് ഗുഡ്സിനാണ്. വൈറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഹെവി ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള വസ്തുക്കൾ, അതിനെയാണ് നമ്മൾ വൈറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. വൈറ്റ് ഗുഡ്സ് ട്രഡീഷണലി റിഫേഴ്സ് ടു ലാർജ് ഹോം അപ്ലയൻസ് സച്ച് ആസ് സ്റ്റവ്, റെഫ്രിജറേറ്റർ, ഫ്രീസേഴ്സ്, വാഷിംഗ് മെഷീൻ, അതിനൊക്കെയാണ്. പണ്ടത്തൊക്കെ വൈറ്റ് കളറായിരുന്നു, അതുകൊണ്ടാണ് ഇതിനെ വൈറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം പക്ഷെ വേറെ കളേഴ്സിലൊക്കെ ഇത് വരുന്നുണ്ട്. ദെൻ ഈ ഒരു PLI സ്കീം റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ വരുന്നത് September 15 to October 14 വരെയാണ്. ഇതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് ടു ബൂസ്റ്റ് മാനുഫാക്ചറിങ് ഓഫ് AC, അതുപോലെ തന്നെ LED ലൈറ്റ് കമ്പോണൻസ് ഇൻക്ലൂഡിങ് ദോസ് നോട്ട് കറൻ്റ്ലി പ്രൊഡ്യൂസ് ഇൻ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റീസ് ഇൻ ഇന്ത്യ. അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് ബോത്ത് ന്യൂ ആപ്ലിക്കൻസ്, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ബെനഫിഷ്യറീസ് ഹു വിഷ് ടു ഇൻവെസ്റ്റ്.
current status 83 applicants with committed investment of 10,406 crore already had been selected ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടത് എന്താണ് PLI, അതുപോലെ തന്നെ എന്താണ് വൈറ്റ് ഗുഡ്സ് എന്ന് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനായിട്ട് ഉള്ളത്. ദെൻ പിന്നെ വന്നിരിക്കുന്നത് ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള ഒരു പിക്ചറും ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു പിക്ചറാണ്. നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവ് നമ്മുടെ പ്രിലിംസ് സ്നിപ്പെറ്റ്സിൽ വരുന്ന രണ്ട് ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് നമ്മുടെ INS അന്ത്രോത്ത് എന്ന് പറയുന്ന ആൻറ്റി സബ്മറൈൻ ഷിപ്പ്, അത് നേവിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് INS Androd and anti-submarine warship in Kolkata. This is the second of 8 such vessels being built by GRSC and is expected to boost India's coastal surveillance and capacity. നേവിയുടെ പുതിയ ആൻറ്റി സബ്മറൈൻ ഷിപ്പാണ്, വാർഷിപ്പാണ് എന്ത് INS Androd എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ഷിപ്പ് കമ്മീഷൻ ചെയ്തിരുന്നു. അതിൻ്റെ പേര് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു പിക്ചറാണ്. എങ്ങനെയുണ്ട്? ലാൻഡ് സ്ലൈഡ് പോലെയൊക്കെ തോന്നുന്നുണ്ടോ? ഇതെന്ന് പറയുന്നത് എറാമട്ടി ദിബ്ബലു എന്ന് പറയുന്നതാണ്. റെഡ് സാൻഡ് ഡ്യൂൺസ് ആണ് ഈ പറയുന്ന എറാബട്ടി ദിബ്ബലു എന്ന് പറയുന്നത്. നമ്മുടെ വിശാഖപട്ടണം ഭീമനിപട്ടണം ബീച്ചിൻ്റെ റോഡിലുള്ള ആന്ധ്രാപ്രദേശിൽ കാണപ്പെടുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ജിയോളജിക്കൽ ഫോർമേഷൻ ആണ് ഈ എറാമട്ടി ദിബ്ബലു എന്ന് പറയുന്നത്. ഇത് നമ്മുടെ യുനെസ്കോയുടെ ടെനിറ്റേറ്റീവ് ലിസ്റ്റിൽ, ഹെറിറ്റേജ് സൈറ്റിൻ്റെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തു. അതുകൊണ്ടാണ് ആ ഒരു പിക്ചർ ന്യൂസിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ്സ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ PYQs പറഞ്ഞ സമയത്ത് കണ്ടതാണ്, ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് പ്രീവിയസ് ഇയേഴ്സിൽ പ്രിലിംസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ യുനെസ്കോയുടെ അടുത്ത് വരുന്ന ലിസ്റ്റുകൾ ഈ ഒരു 5 വർഷത്തിനുള്ളിൽ വരുന്നിട്ടുള്ള ലിസ്റ്റുകൾ ഇയർ വൈസ് എന്താ വന്നിട്ടുള്ളത്, ഇനി ന്യൂ വരുന്നതൊക്കെ നമ്മൾ പഠിക്കേണ്ടത് ആണ്. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെറിയതായിട്ട് ഒന്ന് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽസിൻ്റെ സർവേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സർവേ റിലേറ്റഡ് ആയിട്ടുള്ള എഡിറ്റോറിയലാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ചെയ്തത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ DNA സാമ്പിൾസ് കളക്ഷനെ കുറിച്ച് നമ്മുടെ സുപ്രീം കോടതി കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്തത്. ദെൻ അത് കഴിഞ്ഞിട്ട് മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഗ്ലോബൽ പ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ചാണ്. എത്രമാത്രമാണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അത് എന്താണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതെങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റത്തെ ബാംബു ബേസ്ഡ് ആയിട്ടുള്ള എത്തനോൾ പ്ലാന്റ് ഇനോഗ്രേറ്റ് ചെയ്തു പ്രൈം മിനിസ്റ്റർ. അതെവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പിങ്ക് ടാക്സ് എന്താണെന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് എന്തായിരുന്നു, പിന്നെ നമ്മൾ നോക്കിയത് നമ്മുടെ PIL, അതുപോലെ തന്നെ വൈറ്റ് ഗുഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിലിംസ് ടോപ്പിക്സ് ആണ് നോക്കിയത്. അതിനകത്ത് നമ്മൾ INS അന്താദ്രുത്, അതുപോലെ തന്നെ നമ്മുടെ എറാബട്ടി, അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. എല്ലാവരും ന്യൂസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, ന്യൂസൊക്കെ വായിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1.5 months ആയി നമ്മുടെ ഈ ഒരു ന്യൂസ് പേപ്പർ ജേർണി തുടങ്ങിയിട്ട്. അപ്പം നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ന്യൂസ് പേപ്പറൊക്കെ മനസ്സിലാവുന്നുണ്ട്, വായിച്ചു തുടങ്ങി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ കുറച്ചൊക്കെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ഇനിയും നല്ല രീതിയിൽ ന്യൂസൊക്കെ ഫോളോ ചെയ്ത് ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് നമുക്ക് പെട്ടെന്ന് ന്യൂസ് കവർ ചെയ്യാവുന്ന സ്പീഡായിട്ട് നമ്മൾ അച്ചീവ് ചെയ്യണം. അത് നമ്മുടെ ഒരു UPSC ജേർണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഫുള്ളി അവെയർ ആയിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.